എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇത് രാവിലെ ഒരു 5:30-6 മണിക്ക് എടുക്കുന്ന വീഡിയോ ആണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് ഒരു ചെറിയൊരു ട്രാവൽ പോലെ നടത്തുന്നതാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഫോണിൽ ഒരു റീൽസ് കണ്ടിട്ട് ഒറ്റ ദിവസം കൊണ്ട് നമുക്കൊരു സ്ഥലം വരെ എത്താം എന്നുള്ളൊരു റീല് കണ്ടിട്ട് ഇറങ്ങിയതാണ്. എങ്ങോട്ടാണ് പോകാൻ ഇറങ്ങിയതെന്നൊക്കെ ഉള്ളത് ഞാൻ വഴിയെ പറയാട്ടോ. അപ്പോൾ രാവിലത്തെ ട്രാവലിങ്ങിൽ തന്നെ നല്ല അടിപൊളി സൺറൈസ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ നേര്യമംഗലം വഴിയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കാടും മലയൊക്കെ കയറിയിട്ട് വേണം നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ ട്രാവൽ ചെയ്ത വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം, ഞങ്ങൾ ഭയങ്കര ആസ്വദിച്ചിട്ടാണ് എത്ര കിലോമീറ്റർ ആയാലും നമ്മൾ പോകുന്നത്. പക്ഷേ ഇത് ഞങ്ങൾ വല്ലാണ്ട് എന്താ പറയുക, ബോറടിപ്പിച്ച് അതുപോലെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു യാത്ര എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മളൊരു ഡാമിൻ്റെ സൈഡിൽ കൂടിയൊക്കെയാണ് പോകുന്നത്. ഇത് പമ്പല ഡാം അങ്ങനെ എന്തോ ആണ് പറയുന്നത്. എനിക്ക് കറക്റ്റ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ കിട്ടാത്തത് കൊണ്ടാണ്, നിങ്ങളൊക്കെ ക്ഷമിക്കുക. പോകുന്ന വഴിയൊക്കെ നല്ല അടിപൊളി കിടിലം വ്യൂസ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തെടുത്താണ് പോകുന്നത്. നമുക്ക് ഏകദേശം ഒരു 184 കിലോമീറ്ററോളം നമുക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്യാവശ്യം നല്ല നേരത്തെ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഈ ഒരു സ്പോട്ട് എത്തിയപ്പോഴാണ് നമ്മൾ ഗൂഗിൾ മാപ്പിൻ്റെ ഒരു സഹായം തേടുന്നത്. അതാണ് ഞങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് മാത്രമല്ല, ഫസ്റ്റ് മിസ്റ്റേക്ക് അതാണ്. തലേ ദിവസം തന്നെ നമ്മൾ ഇത് ഗൂഗിൾ മാപ്പിൽ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ആ റീലിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങോട്ടേക്ക് പോകും തോറും നമുക്ക് റേഞ്ച് ഭയങ്കര കുറവായിരിക്കും, അതുകൊണ്ട് ഓഫ്ലൈൻ ആയിട്ട് നമ്മൾ മാപ്പൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെക്കണം എന്നുള്ളത്. അതിനനുസരിച്ച് നമ്മൾ അതൊക്കെ ചെയ്ത് അത്യാവശ്യം കുറച്ച് ദൂരം എത്തിയപ്പോഴത്തേക്കും നമ്മുടെ എന്താ പറയുക, ബാക്കും എല്ലാം നല്ല വേദന എടുത്ത് തുടങ്ങി. അങ്ങനെ കുറച്ച് നേരം വണ്ടിയൊക്കെ നിർത്തിയിട്ട് കുറച്ച് നേരം അവിടുത്തെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ വീണ്ടും ട്രാവൽ തുടങ്ങിയത്. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കട്ടപ്പന കുമിളി വഴി വേണം പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മുടെ ഗൂഗിൾ മാപ്പ് നമ്മളെ ഏതൊക്കെയോ വഴി കൂടി, ഏതൊക്കെയോ കാട്ടു വഴി കൂടെയാണ് ഗൈസ് നമ്മളെ കൊണ്ടുപോയത്. ശരിക്കും ഞങ്ങൾ പെട്ടുപോയി. നമ്മുടെ ഈ ബൈക്ക് എടുത്തതിന് ശേഷം ഞങ്ങൾ ഒത്തിരി ട്രാവൽ ചെയ്തിട്ടുണ്ട്, ഒത്തിരി എന്താ പറയുക കുത്ത് കയറ്റം വരെ കയറിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങളെ ഏറ്റവും വലിയ പണി തന്നത്, രണ്ടാമത്തെ പണി തന്നത് ഈ കയറ്റം കയറുന്ന സമയത്താണ്. ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് വന്നിട്ട് കൈലാസം എന്നാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു സ്ഥലത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നല്ല അടിപൊളി കിടിലൻ വ്യൂ ഒക്കെ നമുക്കിവിടെ ഉണ്ട്. ഏറ്റവും ലാസ്റ്റ് ഈ കയറ്റം നമുക്ക് ബൈക്ക് കൊണ്ട് കയറാൻ പറ്റാത്തത് കൊണ്ട് ഞാനും കുഞ്ഞും കൂടി ഇറങ്ങി നടന്നു. എന്നിട്ട് ആ കയറ്റം ഫുള്ള് കയറി കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ബൈക്കിൽ വീണ്ടും കയറുന്നത്. ഇവിടം തൊട്ട് ഞങ്ങൾ ചെറിയ റിലേക്ക് പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, നമുക്കൊരു എസ്റ്റിമേറ്റഡ് ടൈം ഉണ്ടാകുമല്ലോ. ആ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഏട്ടൻ പറയുന്നുണ്ട്, നിനക്ക് ബാക്കിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഇരുന്ന് വീഡിയോ എടുത്താൽ മാത്രം മതിയല്ലോ, ഞാനല്ലേ വണ്ടി ഓടിക്കുന്നതെന്നൊക്കെ. ശരിക്കും ബാക്കിലിരിക്കുന്നവർക്കും ബുദ്ധിമുട്ടുണ്ട്, വണ്ടി ഓടിക്കുന്നവർക്കും ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാൻ ബാക്കിലൊരു ബാഗും പിന്നെ അതുപോലെ തന്നെ കുഞ്ഞുവിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണ്. ഒന്നാമത് രാവിലെ എഴുന്നേറ്റത് കൊണ്ട് തന്നെ അവൾ അത്യാവശ്യം നല്ല ഉറക്കം തന്നെയായിരുന്നു. ഈ ഒരു ടൈമിൽ അവൾ ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾ നല്ലോണം മടുത്തു. കാരണം വെയിലിൻ്റെ ചൂടിങ്ങനെ നന്നായിട്ട് അടിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വീണ്ടും ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കുമ്പോഴത്തേക്കും വീണ്ടും നമുക്ക് ഏകദേശം ഒരു 140 കിലോമീറ്ററും ഇനിയും ട്രാവൽ ചെയ്യാനുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു, ദൈവമേ ഇത്ര കിലോമീറ്റർ മാത്രമേ നമ്മളപ്പോൾ ട്രാവൽ ചെയ്തോളൂ എന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആകെ 184 കിലോമീറ്ററേ ഉള്ളൂ. നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് ഏകദേശം 54 കിലോമീറ്ററോളം ചുറ്റിയിട്ടാണ് ആ ഒരു സ്ഥലത്തേക്ക് എത്തിയത്. പിന്നെ ഈ ഒരു വീഡിയോ ഒക്കെ എടുത്തത് ജസ്റ്റ് നമ്മുടെ ഈ റീൽസിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് കുത്തിക്കയറ്റി ഇട്ടതേ ഉള്ളൂ. കണ്ടോ കുഞ്ഞു ഉറങ്ങുന്നത്. ഞാൻ ഇവളെയും മെയിൻറ്റെയിൻ ചെയ്ത് ഹെൽമെറ്റും ഇട്ട് ഈ കണ്ണാടി വെച്ചേക്കുന്നത് സ്റ്റൈലിനല്ല, നല്ല പൊടി അടിക്കുന്നുണ്ടായിരുന്നു കണ്ണിൽ. ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് എനിക്ക് ബാഗൊക്കെ തോളയിൽ ഇടാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ എന്നിട്ട് ഏട്ടൻ്റെ കയ്യിൽ ഫ്രണ്ടിൽ അങ്ങ് കൊടുത്തു. അപ്പോൾ നമ്മൾ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തിയെന്നാണ്. പക്ഷേ ഇവിടെ നിന്നാണ് ശരിക്കും ഭയങ്കര മോശം റോഡ് കിട്ടി തുടങ്ങിയത്. പിന്നെ അതുപോലെ തന്നെ നല്ല ഭയങ്കര വളവുള്ള ചുരമൊക്കെയാണ്. ഇത് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഭയങ്കര ടയേർഡായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരടി അങ്ങോട്ടോ ഇങ്ങോട്ടോ ട്രാവൽ ചെയ്യാൻ പറ്റാത്ത
അത്രയും നമ്മൾ ക്ഷീണിച്ചു പോയി. നമുക്ക് അത്യാവശ്യം നല്ല വ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വെയിലിൻ്റെ ചൂടിൽ നമുക്ക് ഭയങ്കരമായിട്ട് ദാഹമുണ്ട്. അതുപോലെ തന്നെ വണ്ടി ഓടിക്കാനായിട്ട് അവന് പറ്റുന്നുണ്ടായിരുന്നില്ല. അതാണ് ഏറ്റവും വലിയൊരു ടാസ്ക്. നമ്മൾ ഈ ചുരമൊക്കെ ഇറങ്ങുന്നത് ഏകദേശം ഒരു 12 മണിയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ സൂര്യൻ ഇങ്ങനെ ഉച്ചാന്തലയിൽ വന്നിങ്ങനെ അടിക്കുന്നത് പോലെയാണ് തോന്നിയത്. അങ്ങനെ ചുരമൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മളൊരു ചേച്ചീൻ്റെ കടയിൽ വന്നിട്ട് കരിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. ശരിക്കും നല്ല ടയേർഡാണ് ഞങ്ങൾ. പക്ഷെ ഞങ്ങൾ മുഖത്ത് അത് കാണിക്കത്തില്ല, കാരണം നമ്മളെടുത്തൊരു തീരുമാനമാണല്ലോ. ഏട്ടൻ പറയുന്നത് പോലെ ഇത് എൻ്റെ ഐഡിയ ആയിപ്പോയി, ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരായിരുന്നു എന്നൊക്കെ പറയുന്നത് പോലെ. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഇനി നമ്മൾ വിചാരിച്ചു ഗൂഗിൾ മാപ്പ് ഇടണ്ട, കിട്ടുന്ന സ്ഥലം ഏതാണോ അവിടെ പോയിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാമെന്ന്. അങ്ങനെ കുറച്ചൊന്ന് വണ്ടി ഫ്രണ്ടിലോട്ട് എടുത്തപ്പോഴത്തേക്കും തേനി, നമ്മൾ ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്ഥലമാണ് ഈ തേനി. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ തേനിയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാമെന്ന്. അപ്പോൾ ഇതേ ഫസ്റ്റ് തന്നെ അവിടുത്തെ ഒരു ഫാമിൽ നമ്മൾ വന്നു. ഇവിടെ നമ്മളെ മുന്തിരി മാത്രമല്ല കുറേ അധികം കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ടോക്കണൊക്കെ എടുത്തിട്ട് നമ്മളിത് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഫസ്റ്റ് അവർ പറഞ്ഞത് ഫ്രീ പാസ്സാണ്, നിങ്ങൾക്ക് കയറിയിട്ട് കാണാം എന്നൊക്കെയാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ചെന്നപ്പോഴാണ് വീണ്ടും നമ്മൾ പാസ് എടുക്കണമെന്നുള്ളൊരു സംഭവം വന്നത്. ഈ കുരങ്ങനെ കാണാൻ നല്ല രസമില്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ അവിടെ നിന്ന് അവരുടെ 2 ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മളിതേ ഫാമിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാൻ ഫസ്റ്റ് ടൈമായിട്ടാണ് തേനിയിൽ ഇതുപോലൊരു മുന്തിരിത്തോട്ടത്തിൽ വന്നിട്ട് ഇങ്ങനത്തെ മുന്തിരി ഇങ്ങനെ കൊല പോലെ തൂങ്ങിക്കിടക്കുന്നതൊക്കെ കാണുന്നത്. നല്ല അടിപൊളി, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുന്ന് ഞങ്ങൾക്ക് 2 ഡാൻസിൻ്റെ റീലൊക്കെ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. അതിലൊരെണ്ണം ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇനി ഒരെണ്ണം എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനുണ്ട്. ഇത് ആക്ച്വലി കുറേ നാളായി എൻ്റെ ഗാലറിയിൽ ഇങ്ങനെ കിടക്കുന്നു. ഞാൻ എല്ലാ വീഡിയോസും എടുത്ത് വെക്കും, പക്ഷേ എടുത്ത് പോസ്റ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യം എനിക്ക് കിട്ടാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇത് ഇത്രയും ലേറ്റായി പോയത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഉള്ളിൽ നല്ല ഗ്രീനറി വ്യൂസൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കാൻ പറ്റി. പിന്നെ വേറൊരു വഴി കൂടി എക്സിറ്റ് ചെയ്തപ്പോഴാണ് ഇവിടെ ഉണക്കമുന്തിരിനെ ഞാൻ കണ്ടത്. ഞാൻ ആദ്യമായിട്ടാണ് ഉണക്കമുന്തിരി ഇങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ള സംഭവം മനസ്സിലാക്കുന്നത് തന്നെ. പിന്നെ അതും കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്കും ഇതെന്ന് പറയുന്നത് പച്ചമുന്തിരിയാണ്. ഇതൊക്കെ ഇനി കുറച്ച് നാളും കൂടെ കഴിഞ്ഞതിന് ശേഷം അത്യാവശ്യം നന്നായിട്ട് പഴുക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ നല്ല പഴുത്ത മുന്തിരി ജ്യൂസ് കുടിക്കാം, എങ്ങനെയായിരിക്കും ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്, അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളതൊന്നും അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അതിൻ്റെ അകത്ത് തന്നെ, ആ ഫാമിൻ്റെ അകത്ത് തന്നെ ഒരു സ്റ്റോള് പോലെ ഉണ്ട്. അവിടെ നിന്ന് തന്നെ നമ്മളൊരു മുന്തിരി ജ്യൂസും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിത്ത് നോ ഷുഗർ ഒന്നും ആഡഡ് അല്ല കേട്ടോ. അപ്പോൾ ഏട്ടനാണ് ഫസ്റ്റായിട്ട് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ട്രൈ ചെയ്തിട്ട് ഏട്ടൻ പറയുന്നത് സാധാരണ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്, എനിക്ക് പ്രത്യേകിച്ച് വേറൊന്നും ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇനി ഏട്ടൻ്റെ ടേസ്റ്റ് ബഡ്സിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാനും കുറച്ചൊന്ന് കുടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ശരിക്കും എനിക്കും പ്രത്യേകിച്ച് ഭയങ്കരമായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. പിന്നെ ആ ഒരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു. പിന്നെ അവർ തന്നെ ഒരു ചെറിയൊരു ബൗളിൽ നമുക്ക് കുറച്ച് ഗ്രേപ്സ് തന്നു, എങ്ങനെയുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതെന്തിനാ ഞാൻ വാങ്ങി കഴിച്ചതെന്ന് ഒരു നിമിഷം ഞാൻ ചിന്തിച്ച് പോയിട്ടുണ്ടായിരുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, നല്ല പുളി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ തരുമ്പോഴത്തേക്കും വേണ്ടാന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് നേരെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞു തരാം നമ്മൾ എങ്ങോട്ടാണ് പോകാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നതെന്നുള്ളത്. നിങ്ങൾ തന്നെ കേട്ടോ കേട്ടോ. മേഘമലൈ, കമ്പല്ലേ തേനി, വീട്. ഇതാണ് അവസ്ഥ. പക്ഷേ ഒരു നാൾ ഇനി ഒരു നാൾ നമ്മൾ പോയിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നമ്മൾ എവിടെയാണ് പോകാൻ ഉദ്ദേശിച്ചത്, എന്നിട്ട് എവിടം വരെ എത്തി എന്നുള്ളത്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഗൂഗിൾ അമ്മച്ചി എന്തായാലും നമ്മളെ ചതിച്ചു. ഇനി നമ്മൾ വിചാരിച്ചു ബോർഡൊക്കെ നോക്കി അങ്ങനെ മെല്ലെ മെല്ലെ വീട്ടിലേക്ക് പോകാമെന്നുള്ളത്. രാവിലെ നമ്മൾ ഏലത്തിൻ്റെ തോട്ടമില്ലേ അതിൻ്റെ ഉള്ളിൽ കൂടിയുള്ള ഏതൊക്കെയോ വഴി കൂടെയാണ് വന്നത്. പക്ഷേ നമ്മൾ തിരിച്ചു പോകുമ്പോഴത്തേക്കും നമ്മൾ കട്ടപ്പന കുമിളി ആ ഒരു റോഡ് കയറിയിട്ടാണ് പോകുന്നത്. അങ്ങനെ പിന്നെ കട്ടപ്പനയൊക്കെ എത്തിയപ്പോഴത്തേക്കും നമ്മൾ കഞ്ഞിയൊക്കെ കുടിക്കാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അറിയാലോ ഒത്തിരി ദൂരം ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നല്ല ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടാവും. അങ്ങനെ നിർത്തി മെല്ലെ മെല്ലെയാണ് നമ്മൾ വീട്ടിലേക്ക് പോയത്. അപ്പം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഞാൻ നേരത്തെ ബാക്കി വെച്ചിരുന്ന ആ മേഘമലയിലോട്ട് പോകുന്ന ആ ഒരു ട്രിപ്പ് ഞങ്ങൾ വീണ്ടും പോകുന്നതായിരിക്കും. ആ വീഡിയോ ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ, സീ യു.